ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സച്ചൂസ് ടോക്ക്. മോഹൻലാൽ മികച്ചൊരു അഭിനയ നേതാവ് മാത്രമല്ല, നല്ലൊരു ഗായകൻ കൂടിയാണ്. 1985 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ 35-ലധികം സിനിമകളിലായി 40-ലധികം ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. കമലഹാസൻ കഴിഞ്ഞാൽ സകല വല്ലഭൻ എന്ന വിശേഷണം ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇണങ്ങുക മോഹൻലാലിനാണ്. ഏത് കഥാസന്ദർഭമാണെങ്കിലും അതിന് അനുയോജ്യമായി തൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ചലിപ്പിക്കാൻ മോഹൻലാലിന് പ്രത്യേക സിദ്ധിയുണ്ട്. പാടി അഭിനയിക്കുന്ന കാര്യത്തിലും മോഹൻലാൽ മലയാളത്തിലെ മറ്റ് ഏത് അഭിനയ നേതാവിനേക്കാളും ഏറെ മുന്നിലാണ്. പാടി അഭിനയിക്കുന്ന കാര്യത്തിൽ പ്രേം നസീറും കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും വളരെ ലളിതമായ പ്രണയഗാനങ്ങളോ മെല്ലഡികളോ ആയിരുന്നു നസീർ അനശ്വരമാക്കിയ ഗാനങ്ങളിൽ ഏറെയും. മോഹൻലാലാകട്ടെ പ്രണയഗാനങ്ങളിലും തമാശ പാട്ടുകളിലും സെമി ക്ലാസിക്കൽ ഗാനങ്ങളിലും സങ്കീർണമായ കഥാഗതികളിലുമൊക്കെ ഒരുപോലെ പാടി മികവ് പുറത്തെടുത്തിട്ടുണ്ട്. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വരങ്ങൾക്കൊപ്പം ചുണ്ട് ചലിപ്പിക്കുകയും പാട്ടിൻ്റെ ഭാവത്തിനൊപ്പിച്ച് മുഖഭാവങ്ങൾ വരുത്തുകയും ചെയ്യുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ്. അവിടെയാണ് മോഹൻലാൽ എന്ന നടനൊരു വിസ്മയമായി മാറുന്നത്. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ.